ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് തപ്പിയിരുന്ന ഒരു ഐറ്റമാണ്. ബട്ട് ഈ അടുത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു ഐറ്റം കണ്ടത്. വേറൊന്നുമല്ല, മാഗ്നറ്റിക് മൊബൈൽ ഹോൾഡറാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒത്തിരി കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ 499 തൊട്ട് 1500 വരെയും കാണുന്നുണ്ട്. അപ്പോൾ അത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു 399 കൂടി ഞാൻ ലാസ്റ്റ് ദിവസം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് 499 ആണ്. അതിനുശേഷം 399 ഓഫർ ഞാൻ കണ്ടത്. ഞാനപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാം. പല ആംഗിളിൽ വെച്ചിട്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഐറ്റം സ്റ്റിക്ക് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത്രയും ഫോൺ ഇരുന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന S23 ആണ്. അത് വെച്ചിട്ട് പോലും ഐറ്റം നല്ല രീതിയിൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഐറ്റം വരുന്നത് ഇതാണ്. ആക്ച്വലി ഇതൊരു ചൈനീസ് പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് തോന്നിയ പോലെ ആൾക്കാർ റേറ്റ് ഇട്ട് വരുന്നത്. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെയാണ് മാഗ്നറ്റ് വരുന്നത്. ആൻഡ് ഇവിടെയാണ് വാക്വം സക്ഷൻ്റെ ഇത് വരുന്നത്. നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് ഹോൾഡ് ചെയ്യിപ്പിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലെങ്കി കൂടി ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ 2 റിങ്സ് ഇതുപോലെ വരുന്നത്. നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള 2 റിങ്സ് ഉണ്ട്. അതിൻ്റെ വൈപ്സും വരുന്നുണ്ട്. വെറ്റും ആൻഡ് ഡ്രൈ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് ഡാഷ്ബോർഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ചില വീഡിയോസിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതെന്തോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർ തന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ബാക്കിൽ 3M ടേപ്പ് ഉണ്ട്. നമ്മുടെ ഡാഷ്ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഈ ഒരു സക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിലൊക്കെ വെക്കാൻ പറ്റും.